ഇതാണ് നമ്മുടെ റെഡ് ഡയമണ്ട് പേര. സാധാരണ റെഡ് ഡയമണ്ട് പേര കായ്ക്കുന്നത് കുറവായിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതിലൊരുപാട് പൂത്തിട്ടുണ്ട്. പൂ കുറച്ചൊക്കെ കുഴഞ്ഞു പോകും. പക്ഷേ ഇത് ആ കായുണ്ട് ഒന്ന്. ഇതിൽ തന്നെ ഏകദേശം ഒരു 10 കായോളം ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അതിൽ 10-25 കായ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിപ്പോൾ മുമ്പ് കവറിട്ട് നിർത്തിയ ഒരു റെഡ് ഡയമണ്ട് പേരയാണ്. കവറിട്ട് നിർത്തിയില്ലെങ്കിൽ ഇത് നമുക്ക് കിട്ടില്ല. ഉണ്ടോ, ഇതാണ് നമ്മളെ റെഡ് ഡയമണ്ട്. ഉണ്ടോ, റെഡ് ഡയമണ്ട് പേര. എന്താണ് റെഡ് ഡയമണ്ട് പേര. ഇതിൻ്റെ കളർ അകത്ത് സീഡ് കുറവായിരിക്കും. അതേപോലെ തന്നെ അകം റെഡ് കളറായിരിക്കും. ഇതാണ് റെഡ് ഡയമണ്ട് പേര എന്ന് പറയും. ക്രിംസൺ റെഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യാം. തുടക്കുകയൊന്നും വേണ്ട. ഒരു ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡും അടയ്ക്കാത്ത പേരയ്ക്കാണ്. കട്ട് ചെയ്യട്ടോ. അതുകൊണ്ടോ, ഇതാണ് റെഡ് ഡയമണ്ട് പേര. സീഡില്ല, സീഡോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറവാണ്. സീഡുണ്ട്, 1-2 സീഡുണ്ട്. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനത് ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? യമ്മി. നല്ലപോലെ പഴുത്തിട്ടില്ല, കുറച്ചുകൂടെ പഴുക്കാനുണ്ട്. ഇത് നമ്മുടെ ചേട്ടനാണ്. ഇതാണ് നമ്മുടെ അണ്ണൻ. അണ്ണൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അണ്ണൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല മധുരമുണ്ട്. അതുപോലെ ഇത്രയും നാളെ ഞാൻ കഴിച്ചിട്ടുള്ളതല്ലോ വെച്ചാൽ ആദ്യം ഏറ്റവും ഇത്രയും മധുരം. അതുപോലെ നല്ല ഈ ഇങ്ങനെ കിരികിരായിരിക്കും. ആപ്പിൾ പോലെ നമ്മൾ ആപ്പിൾ കഴിക്കുന്ന പോലെ ആയിരിക്കും. ആപ്പിൾ കണക്കിരിക്കും. നല്ല നല്ല സാധനം. ഇതാണ് റെഡ് ഡയമണ്ട് പേര. അടിപൊളിയല്ലേ? ഇതാണ് റെഡ് ഡയമണ്ട് പേര. സാധാ പേര കൊണ്ടുവയ്ക്കുന്ന കണക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കായ്ഫലം കുറവായിരിക്കും. പക്ഷേ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം. അതേപോലെ ചെറിയ പേരയ്ക്ക് പിടിച്ചു വരുമ്പോൾ ഇതേപോലെ കവർ ചെയ്യണം. കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അണ്ണാനും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും. അതാണ് അതിൻ്റെ പ്രശ്നം.